New philosophies and Bhakti. ഒരു കുഞ്ഞു പാരഗ്രാഫ് ലിസൺ. Many new religious sects arose in this period. Basava founded the Lingayata sect in the 12th century. Shankaracharya preached the Advaita philosophy. Ramanuja and Madhava were the other religious teacher reformers of the time. Due to these saints, the doctrine of bhakti or complete devotion to God became very popular in South India. അതായത് കുറച്ച് ആൾക്കാരെ കുറിച്ച് അതിൽ പറഞ്ഞെന്താ, many new religious sects arose in this period. അതായത് പുതിയ പുതിയ ന്യൂ റിലീജിയസ് സെക്ഷൻസ്, അതായത് ഈ ടൈമില് കുറെ റിലീജിയസ് സെക്ഷൻസ് വന്നു. ഒന്നെന്താ, ബസാവ ഫൗണ്ടഡ് ദ Lingayata. Basava founded the Lingayata sect in the 12th century. 12ാം നൂറ്റാണ്ടിൽ വന്ന ലിംഗായത്ത അല്ലെ, ആരാ ഫൗണ്ട് ചെയ്തത്? ബസാവ ഫൗണ്ടഡ് ദ ലിംഗായത്ത. പിന്നെ ശങ്കരാചാര്യയുടെ ഫിലോസഫി ഏതാ? അദ്വൈതം അല്ലെ. അദ്വൈത is the philosophy of Shankaracharya. Basava founded Lingayata. പിന്നെ രാമാനുജ ആൻഡ് മാധവ ആർ ദ റിലീജിയസ് ടീച്ചർ റിഫോമേഴ്സ് ഓഫ് ദാറ്റ് ടൈം. ആ സമയത്തുള്ള ഈ തമിഴ് റീജിയനിലുള്ള കുറെ ആൾക്കാരുടെ പേരാണ് പറഞ്ഞത്. എന്തൊക്കെയാ? ഒന്ന് ബസാവ ഫൗണ്ടഡ് ലിംഗായത്ത, സെക്കൻഡ് വൺ ശങ്കരാചാര്യ പ്രീച്ച് അദ്വൈത, പിന്നെ രാമാനുജ ആൻഡ് മാധവ ആർ ടു ടീച്ചേഴ്സ് ഓഫ് ദാറ്റ് ടൈം, ടു റിഫോമേഴ്സ് ഓഫ് ദാറ്റ് ടൈം. ഇനി ഇവരൊക്കെ ഈ സന്യാസി സമൂഹങ്ങളെ എന്താക്കി? ഡിവോഷൻ ടു ഗോഡ് ബിക്കെയിം വെരി പോപ്പുലർ ഇൻ സൗത്ത് ഇന്ത്യയിലെ ഒരു ഭക്തി പ്രസ്ഥാനം കൊണ്ടുവന്നു. അതായത് കംപ്ലീറ്റ് എല്ലാം ദൈവത്തിലാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് ലിംഗായത്ത, ബസാവ ഫൗണ്ടഡ് ലിംഗായത്ത എന്ന് ഓർമ്മിക്കുക. ശങ്കരാചാര്യയുടെ അദ്വൈതം, പിന്നെ ആ സമയത്തിന്റെ വേറെ രണ്ട് റിഫോമേഴ്സ് ആണ് ആരൊക്കെ? രാമാനുജനും മാധവനും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആലോചനയിലുള്ളൂ. മനസ്സിലായോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഉണ്ടോ ഫെയ്ത്ത്? മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ട് എഴുതാം. നമ്മൾ രാവിലെ ചെയ്ത എന്തൊക്കെയാ? ടിക്ക് ദ കറക്റ്റ് ആൻസറും ട്രൂ ഓർ ഫാൾസ് ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ദിയ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ. യെസ്, അപ്പൊ ടിക്ക് ദ കറക്റ്റ് ആൻസറും ട്രൂ ഓർ ഫാൾസും നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് നെയിം ദ ഫോളോയിങ്. ഒന്നാമത്തത് ലിസൺ. കീർത്തിവർമ്മൻ വാസ് ദ മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ദിസ് ഡൈനാസ്റ്റി. കീർത്തിവർമ്മൻ ഏത് ഡൈനാസ്റ്റിയിലെ രാജാവാണ്? കീർത്തിവർമ്മൻ വാസ് Kirtivarman was the most powerful ruler of this dynasty. Kirtivarman ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാ? ചണ്ഡേല ഡൈനാസ്റ്റി. എന്താണ്? ചണ്ഡേല. റൈറ്റ് ഡൗൺ. CHANDELLA. ചണ്ഡേല ഡൈനാസ്റ്റി. Second one, Prithviraj Chauhan and Muhammad Ghori clashed twice at this place. അതായത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ ഫൈറ്റ് ചെയ്ത സ്ഥലം ഏതായിരുന്നു? അത് ടെറൈൻ അല്ലേ? അതാണ് ഏതറിയപ്പെടുന്നത്? ബാറ്റിൽ ഓഫ് ടെറൈൻ. പഠിച്ചല്ലേ? ബാറ്റിൽസ് ഓഫ് ടെറൈൻ. TARAIN. ടെറൈൻ. TARAIN. terrain. Then third one,
this Pala king along with his son expanded and strengthened the kingdom. അച്ഛനും മകനും പാലാ കിങ്ങും അദ്ദേഹത്തിന്റെ മകനും കൂടി ആ ഒരു കിങ്ഡത്തെ പവർഫുൾ ആക്കി. ഏത് കിങ്ഡം ആണത്? ആരാണിത്? ഏത് രാജാവാണ് അദ്ദേഹത്തിന്റെ മകനും കൂടെ ആ ഒരു കിങ്ഡം? പാലാ കിങ്ഡത്തിൽ ഏത് രാജാവാ അദ്ദേഹത്തിന്റെ മകനും കൂടെ ചേർന്നിട്ടാ? ഏത് പാലാ രാജാവാണ്? ഗോപാല അല്ലേ? അല്ലേ മക്കളെ? ഗോപാല. ഗോപാല. ഗോപാലയും മകനും ചേർന്ന് അവരുടെ പാലാ കിങ്ഡത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. നമ്മൾ പഠിച്ചതല്ലേ? ഗോപാലിന്റെ മകൻ ആരായിരുന്നു? ഗോപാലിന്റെ മകന്റെ പേരെന്താ? ധർമ്മപാല. പഠിച്ചതെല്ലാം മറന്നുപോയി. ഗോപാലിന്റെ മകൻ ധർമ്മപാല. ഗോപാലനും ധർമ്മപാലനും കൂടിയാണ് പാലാ ഡൈനാസ്റ്റിനെ കൂടുതൽ സ്ട്രെങ്ത് ആക്കിയത്. എപ്പോഴും ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് വായിക്കണം എന്നിട്ട് ആരും കേൾക്കുന്നില്ല അല്ലെ? ഫോർത്ത് വൺ, കാഞ്ചി വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് ഡൈനാസ്റ്റി. ഏത് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആണ് കാഞ്ചി? ഏത് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാ കാഞ്ചി? പല്ലവ ഡൈനാസ്റ്റി. പല്ലവ ഡൈനാസ്റ്റിയുടെ കാഞ്ചി വാസ് ദ ക്യാപിറ്റൽ ഓഫ് പല്ലവ ഡൈനാസ്റ്റി. Pallava dynasty. Kanchi was the capital of Pallava dynasty. Then fifth one, this was the general assembly of the village under the Cholas. ചോളന്മാരുടെ കീഴിലുണ്ടായിരുന്ന അസംബ്ലിന് എന്താ പറയാ? ജനറൽ അസംബ്ലി. This was the general assembly of the village under the Cholas. എന്തായിരുന്നു? Ur. Ur. Ur is the general assembly of the village under the Cholas. ചെയ്തുവോ? Then short answers for the following questions. Next one, short answers. മിസ് അതിപ്പോ എഴുതുന്നുണ്ടോ? എഴുതിയേക്കാം. Short answers. First question, how did the Rajaputs explain their origin? How did the Rajaputs explain their origin? എങ്ങനെയാണ് രജപുത്ത് അവരുടെ origin explain ചെയ്യുന്നത്? Write down. The Rajaputs explained their origin by claiming CLAIMING, by claiming to be descendants, DESCENDANTS. Descendants means പിൻഗാമികള്. Descendants of the Kshatriyas. Descendants of the Kshatriyas. KSHATRIYAS. Descendants of the Kshatriyas of Vedic times. Vedic ടൈമിലെ ക്ഷത്രിയന്മാരുടെ പിൻഗാമികളാണ് ആര് എന്ന് പറയുന്നത്? രജപുത്സ്. Descendants of the Kshatriyas of Vedic times. VEDIC. Vedic times. പിന്നെന്താ എക്സ്പ്ലനേഷൻ ഉള്ളത്? സൂര്യവംശീസ് ആണ്, അതുപോലെ ചന്ദ്രവംശീസ് ആണെന്നൊക്കെ പറയുന്നില്ലേ? സൂര്യന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, അതുപോലെ ചന്ദ്രന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെ പറയുന്നില്ലേ മക്കളെ?
പിന്നെ ഒരു സാക്രിഫിഷ്യൽ ഫയറിലൂടെ വന്നവരാണെന്നൊക്കെ പറയുന്നില്ലേ, ഒരു കുറെ അവകാശവാദങ്ങൾ പറയുന്നില്ലേ? യെസ്, അതാണ് ചോദിച്ചത്. Then some Rajaputs clans claimed to be Suryavanshis. Surya Suryavanshis. Vanshis. Suryavanshis. Or belonging to sun. Surya കുടുംബത്തിലെ belonging to sun, belonging to the sun family, സൂര്യന്റെ കുടുംബത്തിലാണെന്ന് പറയുന്നു. അതുപോലെ കുറച്ച് ആൾക്കാർ എന്താ പറയുന്നത്, while some claimed, കുറച്ച് ആൾക്കാർ എന്താ പറയുന്നത്, some claimed to be Chandravanshis. Chandravanshis means, Chandravanshi എന്ന് പറഞ്ഞാൽ എന്താ, Chandravanshi എന്ന് പറഞ്ഞാല് family of moon. Chandravanshis or belonging to the moon family, full stop. Still others believed that, മറ്റുള്ളവർ എന്താ പറയുന്നത്, still others believed that they were born out. born out. അവരെങ്ങനെ ഉണ്ടായതാണെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നത്, a sacrificial fire, born out of a sacrificial fire. sacrificial, sacrificial fire. And thus belonged to belonged to Agnikula, belongs to the Agnikula, 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 or the fire family. അതായത് രജപുത്രനെ കുറിച്ച് കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒന്നെന്താ പറയുന്നത്, they were the descendants of the ക്ഷത്രിയാസ്, ക്ഷത്രിയന്മാരുടെ പിൻഗാമികളാണ്. കുറച്ച് ആൾക്കാർ പറയാണ്, some of them claimed to be they were Suryavanshis, or Suryavanshis എന്ന് പറഞ്ഞാൽ എന്താ, belonging to sun family. കുറച്ച് ആൾക്കാർ പറയാണ്, some claimed to be they were Chandravanshis, they were belonging to moon family. പിന്നെ കുറച്ച് ആൾക്കാർ എന്താ പറയുന്നത്, some others believed that they born out on sacrificial fire, ഒരു ബലിദാനത്തിലൂടെ ഉണ്ടായതാണ് അല്ലേ. അതായത് അഗ്നികുല അല്ലെങ്കിൽ ഫയർ ഫാമിലിയുടെ ഒരു ബലിദാനത്തിലൂടെ ഉണ്ടായതാണ് ആരെന്നാ പറയുന്നത്, രജപുത്സ്. ഇവരെ കുറിച്ചുള്ള കുറെ അവകാശവാദങ്ങളുണ്ട്. ഓക്കെ, then
If you have finished this answer, you can write down the second question. Your second question is, how did Muhammad Ghori benefit from Mahmud of Ghazni's death? എങ്ങനെയാണ് മുഹമ്മദ് ഗോറിക്ക് ബെനിഫിറ്റ് ഉണ്ടായത്? ഇതിൽ നിന്ന് മഹമൂദ് ഓഫ് ഗസ്നി, ഗസ്നിയുടെ മരണത്തിൽ നിന്ന് എങ്ങനെയാണ് മുഹമ്മദ് ഗോറിക്ക് ബെനിഫിറ്റ് ഉണ്ടായത്? ചെയ്ത് കഴിഞ്ഞ ഒന്ന് തമ്പ് തരുവോ? You have finished? If you have finished, show your thumb. Sean finished. Faith, have you finished? Yeah. No, miss. Okay. Anne Maria finished. Faith, you can write now. I am waiting for Faith. Okay, Faith, finish ആണോ? Yes, miss. Okay. Second question. How did Muhammad Ghori benefit from Mahmud of Ghazni's death? Answer. Mahmud of Ghazni had captured C-A-P-T-U-R-E-D, had captured Ghor, G-H-O-R. Mahmud of Ghazni പിടിച്ചെടുത്തു, Ghor പിടിച്ചെടുത്തു. Ghor, a small kingdom present day Afghanistan. അഫ്ഗാനിസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമം, അതാണ് ഇത് ഘോർ. A small kingdom in present day Afghanistan. Present day Afghanistan. A-F-G-H-A-N-I-S-T-A-N. Afghanistan. Present day Afghanistan. The ruler of Ghor, G-H-O-R. The ruler of Ghor had become the vassal of Mahmud of Ghazni. The vassal become the vassal, V-A-S-S-A-L, vassal of Mahmud of Ghazni. Mahmud of Ghazni, G-H-A-Z-N-I, Mahmud of Ghazni. However, the Ghaznavid Empire became very weak, W-E-A-K, became very weak
after Mahmud of Ghaznī's death. After Mahmud of Ghaznī's death. Mahmud of Ghaznī's death. Mahmud of Ghaznī's death. Muhammad Ghori took advantage. Muhammad Ghori took advantage. Muhammad Ghori took advantage of this and made Ghor independent. And made Ghor independent. Ghor എന്താക്കി മാറ്റി? Independent ആക്കി മാറ്റി. Ghor independent. He also annexed ANNEXED also annexed all Ghaznavid territories. All Ghaznavid territories. Ghaznavid territories. Sean finished. Okay. Miss, I am also finished. Okay. Anne Maria? Anne Maria ആണോ? Anne Maria facing range problem. Okay. Then, third question. Which ruling dynasties engaged in a tripartite struggle to control Canoes? Give reasons. Give reasons. ആരൊക്കെയായിരുന്നു ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ ഉണ്ടായത്? പാലാസ്, ഗുർജാര പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂതാസ് അല്ലേ? യെസ്, റൈറ്റ് ഡൗൺ. പാലാസ് ഗുർജാര പ്രതിഹാരാസ് GURJARA ഗുർജാര പ്രതിഹാരാസ് PRATIHARAS ഗുർജാര പ്രതിഹാരാസ് and the Rashtrakutas RASHTRAKUTAS and the Rashtrakutas were engaged in a tripartite struggle. Tripartite എന്ന് പറഞ്ഞാൽ തന്നെ 3 പാർട്ടീസ് ആണ് അല്ലേ? TRIPARTITE tripartite struggle. To capture Canoes.
to capture canoes. Okay. Full stop and write down. The tripartite struggle to capture canoes. അതായത് canoes പിടിച്ചെടുക്കാനായിരുന്നു എന്ത് tripartite struggle എഴുതുക. The tripartite struggle. Tripartite struggle. The tripartite struggle. Capture canoes. Capture to canoes. C-A-N-A-U-J. Tripartite struggle to capture canoes. Was because it was the most important city. It was the most important city in the North India. North. Further, F-U-R-T-H-E-R, further, canoes, C-A-N-A-U-J, canoes, was strategically located. Canoes was strategically, S-T-R-A-T-E-G-E-I-C-A-L-I, strategically located. Control over canoes. Control over canoes. Control over canoes meant 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 controlling the rich resources. Controlling the rich resources such as minerals, M-I-N-E-R-A-L-S, minerals, agriculture, A-G-R-I-C-U-L-T-U-R-E, agriculture, and trade, T-R-A-D-E, and trade of the entire Ganga Valley, V-A-L-L-E-Y. Okay. Wait there.
ഫെയ്ത്ത് ഫെയ്ത്ത് എഴുതി കഴിഞ്ഞോ മോനെ? കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഫെയ്ത്തെ നോട്ട് കംപ്ലീറ്റ് ആക്കണേ. നോട്ട് കംപ്ലീറ്റ് ആക്കുക. വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാം കേട്ടോ. Okay, tata, bye bye. See you in the next class. Okay, bye.